ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് RP മാളിലാണ്. സോ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചുമ്മാ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ എൻ്റെ കൂടെ ആഷിഫ, റിഫ, ദേവിക, ഞങ്ങളപ്പോൾ എല്ലാവരും കൂടെ കയറി. അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് RP മാളിലേക്കാണ്. ഞങ്ങൾ ക്ലാസ്സിലുള്ള ഹുദ സജസ്റ്റ് ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ അവൾ പറഞ്ഞ RP മാൾ നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പോൾ ആദ്യം തന്നെ ക്ലോത്തിങ് സെക്ഷനിലേക്കാണ് പോയത്. നമ്മൾ പിന്നെ ട്രെൻഡ്സ്, ഈസി ബൈലൊക്കെ കയറി നോക്കി. അപ്പോൾ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്നപ്പോൾ നമുക്ക് കോഫി കുടിക്കാനായിട്ട് തോന്നി. നല്ല കോഫി കഴിക്കാൻ ക്രേവിങ്സ് ആണ്, കഴിക്കാനല്ലോ കുടിക്കാൻ. അങ്ങനെ കോഫിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ചെറിയ കപ്പിന് ഭയങ്കര റേറ്റ്. അങ്ങനെ വിചാരിച്ച് വല്ല പുറത്തെ ചായക്കടയിൽ നിന്ന് ഒരു കോഫി വാങ്ങിച്ച് കുടിക്കാമെന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ചുകൂടെ കളക്ഷൻസൊക്കെ നമ്മൾ നോക്കി, കുറേയൊക്കെ കയറി ഇറങ്ങി കണ്ടു. അങ്ങനെ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ അല്ല അവിടെ നിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആ ദേശത്ത് നമ്മൾ ഇറങ്ങി. നമുക്ക് അവിടുത്തെ ഒന്നും ഇഷ്ടമായില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങി. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയും അല്ല. ഇപ്പോൾ പോകുന്ന വഴി എന്തെങ്കിലും ചായക്കട ഉണ്ടോ നോക്കുന്നുണ്ട്. അവിടെ നമ്മൾ അങ്ങനെ വലിയ കാര്യത്തിൽ ചായയും തപ്പി ഇറങ്ങി. ഞങ്ങൾ നോക്കിയപ്പോഴേക്കും ദേ കൊട്ടിയം ബസ്, കൊട്ടിയം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊട്ടിയം ബസ്സിൽ കയറിയിട്ട് നേരെ പോയത് ഡ്രീം മാളിലാണ്. നല്ല അടിപൊളിയായിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റൈഡായിരുന്നു കൊട്ടിയം ഡ്രീം മാളിലേക്ക്. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ബസ് ഇറങ്ങി നടന്ന് നേരെ ചെന്നു. അങ്ങനെ ചായക്കട തപ്പി നമ്മൾ എത്തിയത് ഡ്രീം മാളിലാണ്. ഓക്കെ, ഡ്രീം മാളിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നല്ല രസമായിരുന്നു കാണാനായിട്ട്. നമ്മൾ ഫസ്റ്റ് പോയത് കൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ആ എൻട്രിയിൽ ഈ ട്രെയിൻ റൈഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് ഫൈനലി നമ്മൾ RP മാളിൽ നിന്ന് ആ ഡ്രീം മാളിലേക്ക് വന്നപ്പോൾ ഉള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ചെന്നത് ചോക്ലേറ്റ്സിൻ്റെ എല്ലാം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി നേരെ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ദൈവമേ, എനിക്ക് എന്തെടുക്കണമെന്ന് എനിക്കറിയത്തില്ല. എനിക്കെല്ലാം എടുക്കാമെന്ന് തോന്നുന്നു. പിന്നെ കേക്ക്സിൻ്റെ സെക്ഷനിൽ ചെന്നു. അവിടെ ഡോണറ്റ്സ് ഉണ്ട്, ചോക്ലേറ്റ് കേക്ക്സ് ഉണ്ട്, പല വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഉണ്ടായിരുന്നു. എല്ലാം എനിക്ക് എടുക്കാൻ തോന്നുമായിരുന്നു. പിന്നെ കുക്കീസ് എടുത്തു പറയേണ്ടതാണ്. കുക്കീസ് പല വെറൈറ്റീസ് ഓഫ് കുക്കീസ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് കുക്കീസ്, ആൽമണ്ട് കുക്കീസ്, പലത്. പിന്നെ ചോക്ലേറ്റ്സ്, പൈസ, ഫ്യൂസ്, ജെംസ്, ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. വരാനേ തോന്നിയില്ലായിരുന്നു. ലാസ്റ്റ് അവന്മാരൊക്കെ കൂടെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ അടുത്ത സെഷനിലേക്ക് പോയി. അവിടെ നോക്കിയപ്പോഴത്തേക്കും ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ചോക്ലേറ്റ്സിൻ്റെ സെഷൻസ് ഉണ്ട്. ദുബായ് ചോക്ലേറ്റ്, അതുപോലെ നമ്മുടെ ക്വാളിറ്റി സ്ട്രീറ്റ്സിൻ്റെ വേറെ സാധനങ്ങൾ. പിന്നെ അവിടെ റെഡി ടു ഈറ്റ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ലെമൺ റൈസ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫിഷിൻ്റെ ഏരിയയിലോട്ട് പോയി. അവിടെയും ഈ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ അവർ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെഷനിൽ ഫ്രൂട്ട്സ്. പിന്നെ ഉണ്ടായിരുന്നത് നമ്മളുടെ സ്ട്രേഞ്ചർ തിങ്സിലെ ക്ലോക്സ് ഒക്കെ കണ്ട് നമ്മൾ നേരെ പോയ ഡിസേർട്ട് സെഷനിലേക്കാണ്. എൻ്റെ മോനെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ബ്രൗണി എന്ന് ഭയങ്കര ഇഷ്ടമാണ്. പല വെറൈറ്റീസ് ഓഫ് ബ്രൗണീസ് ഉണ്ടായിരുന്നു. കോക്കനട്ടിൻ്റെ, പിന്നെ എന്തോ കാരമലൈസ്ഡ്, അങ്ങനെ പല രീതിയിലുള്ള ബ്രൗണീസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ലാസ്റ്റ് ഏത് വാങ്ങണം എന്നൊക്കെ. ലാസ്റ്റ് ഞങ്ങൾ ഒരു ചോക്ലേറ്റ് കേക്കും ഒരു കാരമലൈസ്ഡ് കേക്കും, ചിക്കൻ പ്ലേറ്റും, പിന്നെ ഡ്രാഗൺ ചിക്കൻ റോൾ, അങ്ങനെ എന്തോ, അങ്ങനെ ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ RP മാളിൽ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഞങ്ങൾ RP മാളിനെ കുറച്ച് കുറ്റവും പറഞ്ഞിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ലിഫ്റ്റിൽ നിന്നൊരു ഫോട്ടോയും എടുത്ത് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് വിട്ടത്. ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറി. അവിടെ നിന്ന് നൈസ് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, സൺസെറ്റിൻ്റെ. അങ്ങനെ നമ്മളെന്താ അതൊക്കെ എൻജോയ് ചെയ്തു. ഫൈനലി നമ്മുടെ വീട്ടിലെത്തി. പിന്നെ പാഴ്സൽ ചെയ്ത ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.